Hello everyone, welcome back to Rank Excel PSC. SCRT ന്യൂ ടെക്സ്റ്റ് ബുക്ക് സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 10th സോഷ്യൽ സയൻസ് പാർട്ട് 1 യൂണിറ്റ് 1 മാനവികതയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സെക്കൻഡ് ക്ലാസ്സിലോട്ട് പോവാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നവോത്ഥാന കലയാണ്. അപ്പോൾ നവോത്ഥാനം കലകൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ചിത്രകലയിലും ശില്പകലയിലും വാസ്തുവിദ്യാരംഗത്തും സാഹിത്യത്തിലും ജ്യോതിശാസ്ത്രത്തിലും എല്ലാ മേഖലകളിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് പിക്ചേഴ്സ് ഒന്ന് നോക്കൂ. മധ്യകാലത്തെ ചിത്രവും തന്നിട്ടുണ്ട്, നവോത്ഥാന കാലത്തെ ചിത്രവും തന്നിട്ടുണ്ട്. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? മധ്യകാലത്തെ ചിത്രങ്ങൾ ആത്മീയതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. കുറേ മാലാഖമാരും മേരിയും യേശുവിനെയൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതേ തീം തന്നെയാണ് നവോത്ഥാന കാലത്തെ ചിത്രവും. പക്ഷേ ഇതിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് മധ്യകാലത്തെ ചിത്രത്തിൽ ഭൗതിക ഘടകങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ശരീര സൗന്ദര്യത്തിന് വലിയ പ്രസക്തിയില്ല മധ്യകാലത്തെ ചിത്രത്തിന്. എന്നാൽ നവോത്ഥാന കാലത്തെ ചിത്രം നോക്കൂ, അതിൽ ഭൗതിക ഘടകങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. മധ്യകാലത്തെ ചിത്രം മാലാഖമാർ, സ്വർഗീയത തുടങ്ങിയ ആത്മീയ ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ നവോത്ഥാന കാലത്തെ ചിത്രം എന്താണ്? ശരീരത്തിൻ്റെ സൗന്ദര്യം, മൗലികത, വർണ്ണങ്ങളുടെ സ്വാഭാവിക പ്രയോഗം തുടങ്ങിയ ഭൗതിക ഘടകങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ നവോത്ഥാന കാലത്ത് ചിത്രകല, ശില്പകല, വാസ്തുവിദ്യ എന്നീ മേഖലകളിലെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യൂറോപ്പിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നാണ് ഫ്ലോറൻസ്. ഇറ്റലിയിലെ നവോത്ഥാന കലയുടെ പ്രധാന കേന്ദ്രവും ഫ്ലോറൻസ് നഗരമാണ്. ചിത്രകലയിലെ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നവോത്ഥാന കാലത്ത് മാനവികത ഏറ്റവും ശക്തമായി പ്രതിഫലിച്ച മേഖലയാണ് ചിത്രകല. ചിത്രകാരർ തങ്ങളുടെ ചിത്രങ്ങളിൽ മനുഷ്യരൂപങ്ങളെ കൃത്യമായും വ്യക്തമായും സൂക്ഷ്മതയോടെയും അവതരിപ്പിച്ചു. ശരീരശാസ്ത്രത്തിൽ അവർ കൈവരിച്ചിരുന്ന അറിവ് ഇതിന് സഹായകമായി. യുക്തിചിന്തയ്ക്കും മനുഷ്യ സ്വഭാവത്തിലെ വൈകാരികതയ്ക്കും ചിത്രകാരർ തങ്ങളുടെ സൃഷ്ടികളിൽ ഊന്നൽ നൽകി. അപ്പോൾ ഇവിടെ എന്താണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്? അവർ മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. മാനവികത ഇതിലാണ് നമുക്ക് കാണാൻ കഴിയും. മാനവികത മാനവികതയുടെ കടന്നുകയറ്റം എത്രത്തോളം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത്. ഇഹലോകത്തെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം ലഭിച്ചു. ഭൂലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും പ്രാധാന്യം ലഭിച്ചു. മാനവികതയുടെ സ്വാധീനം കാരണം കലാസൃഷ്ടികൾ കൂടുതൽ കൃത്യതയുള്ളവയും യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നവയുമായി. ദൈവ സിദ്ധാന്തങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പ്രമേയങ്ങളാണ് ഇവിടെ കലാകാരർ പൊതുവെ തിരഞ്ഞെടുത്തിരുന്നത്. എങ്കിൽ കൂടി അവരുടെ ചിത്രങ്ങളിൽ നമുക്ക് ഈ ഘടകങ്ങൾ കൂടി കാണാനായിട്ട് സാധിക്കും. ഭൂദൃശ്യങ്ങൾ, ലാൻഡ്സ്കേപ്സ്, വർണ്ണങ്ങൾ കൊണ്ട് പ്രകാശത്തെയും അകലത്തെയും ചിത്രീകരിക്കൽ, മനുഷ്യ ശരീരത്തിൻ്റെ യഥാർത്ഥ ചിത്രീകരണം, എണ്ണച്ചായത്തിൻ്റെ ഉപയോഗം, ഛായാചിത്രങ്ങൾ, ആദർശവൽക്കരിക്കപ്പെട്ട മനുഷ്യരൂപത്തിലുള്ള ദൈവത്തിൻ്റെ ചിത്രീകരണം. ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായ ജിയോവന്നി ബെല്ലിനി വരച്ച ആഗണി ഇൻ ദി ഗാർഡൻ, പൂന്തോട്ടത്തിലെ വേദന എന്നുള്ള ചിത്രമാണ്. ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒലീവ് പർവ്വതത്തിൽ ക്രിസ്തു മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യർ അദ്ദേഹത്തിൻ്റെ സമീപത്ത് ഉറങ്ങുന്നു. ക്രിസ്തുവിനെ പിടികൂടാൻ റോമൻ പടയാളികൾ വരുന്നതും പശ്ചാത്തലത്തിൽ കാണാനായി കഴിയും. നെക്സ്റ്റ് ഛായാചിത്രം എന്താണ്? എണ്ണഛായാചിത്രം എന്താണ് കാണിക്കുന്നത്? ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായ പിയറോ ഡെല്ല ഫ്രാൻസെസ്കിയുടെ പ്രശസ്തമായ ഇരട്ട എണ്ണഛായാചിത്രമായ ഡിപ്റ്റിക് ഓഫ് ഫെഡറിക്കോ ഡാ മോണ്ടെ ഫെൽട്രോയും ബാറ്റിസ്റ്റ സ്പോസയുമാണ്. ജിയോട്ടോയുടെ ചിത്രങ്ങളിലാണ് ഗ്രേക്കോ റോമൻ സ്വാധീനം ആദ്യം പ്രകടമായത്. അപ്പോൾ ഗ്രേക്കോ റോമൻ സ്വാധീനം ആദ്യം പ്രകടമായത് ആരുടെ ചിത്രങ്ങളിലാണ്? ജിയോട്ടോയുടെ ചിത്രങ്ങളിലാണ്. ജിയോട്ടോയുടെ ചിത്രങ്ങളിലാണ് ഗ്രേക്കോ റോമൻ സ്വാധീനം ആദ്യം പ്രകടമായത്. പിൽക്കാലത്ത് ചിത്രകലാ രംഗത്തേക്ക് കടന്നു വന്ന എല്ലാ ചിത്രകാരന്മാരെയും സ്വാധീനിച്ച ഒരു ചിത്രകാരനാണ് മസാച്ചിയോ.
അപ്പം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ചുമർ ചിത്രങ്ങൾ വൃത്താകാരത്തിലുള്ളവയും പ്രതലത്തിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായി തോന്നുന്നവയുമായിരുന്നു. ദാറ്റ് മീൻസ് 3D ടൈപ്പ് ചിത്രങ്ങളായിരുന്നു ആരുടെ? മസാച്ചിയോയുടെ. ദൈനംദിന ജീവിതാനുഭവങ്ങൾ പേരുന്ന മനുഷ്യരൂപങ്ങളെയാണ് അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ മസാച്ചിയോയുടെ ചിത്രങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് 3D ടൈപ്പാണ്. അതുപോലെ തന്നെ ദൈനംദിന ജീവിതാനുഭവങ്ങൾ പേറുന്ന മനുഷ്യരൂപങ്ങളെയാണ് അദ്ദേഹം ചിത്രീകരിച്ചത്. അടുത്തൊരു ചിത്രകാരനാണ് ലിയോണാർഡോ ഡാവിഞ്ചി. അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള ചിത്രങ്ങളാണ് ഇതെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ചിത്രങ്ങളാണ് അല്ലേ? അന്ത്യത്താഴം, മൊണാലിസ. വർണ്ണം, നിഴൽ, പ്രകാശം എന്നിവയെ സംയോജിപ്പിക്കുന്ന ശാസ്ത്രത്തിൽ ഡാവിഞ്ചി അതുല്യനായിരുന്നു എന്ന് ഈ ചിത്രങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യ ശരീരത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച ഒരു ബഹുമുഖ പ്രതിഭയാണ് ആര്? ഡാവിഞ്ചി. നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റുകൊടുക്കുമെന്ന് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യരോട് പറയുമ്പോൾ അവരുടെ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന അത്ഭുതം, ഭയം, കുറ്റബോധം തുടങ്ങിയ മാനുഷിക വികാരങ്ങളാണ് അന്ത്യത്താഴത്തിൽ പ്രതിഫലിക്കുന്നത്. അപ്പോൾ ഡാവിഞ്ചിയുടെ അന്ത്യത്താഴം എന്നുള്ള ചിത്രത്തിൻ്റെ പ്രമേയം ഇതാണ്. നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റുകൊടുക്കുമെന്ന് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യരോട് പറയുമ്പോൾ അവരുടെ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന അത്ഭുതം, ഭയം, കുറ്റബോധം തുടങ്ങിയ മനുഷ്യവികാരങ്ങളാണ് പ്രതിഫലിക്കുന്നത്. മൊണാലിസയുടെ നിഗൂഢമായ മുഖഭാവത്തിൽ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഡാവിഞ്ചി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഇവിടെ മാനുഷിക വികാരങ്ങൾക്കാണ് ഡാവിഞ്ചി പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഡാവിഞ്ചിയുടെ ഫോട്ടോയും അന്ത്യത്താഴം, മൊണാലിസ. വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മുകൾ തട്ടിൽ വരച്ച ചുമർ ചിത്രങ്ങളും അന്ത്യവിധിയും മൈക്കൽ ആഞ്ചലോ എന്ന മറ്റൊരു പ്രതിഭാശാലിയെ അനശ്വരനാക്കുന്നു. മറ്റൊരു ചിത്രകാരനാണ് മൈക്കൽ ആഞ്ചലോ. മൈക്കൽ ആഞ്ചലോൻ്റെ ചിത്രീകരണമാണ് അന്ത്യവിധി. അപ്പോൾ ഇത് തമ്മിൽ മാറിപ്പോവരുത്. അന്ത്യത്താഴം ഡാവിഞ്ചിയുടെയും അന്ത്യവിധി മൈക്കൽ ആഞ്ചലോയുടെയും ആണ്. അദ്ദേഹം എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്? ശക്തരും സുന്ദരരുമായ മനുഷ്യരായിരുന്നു അദ്ദേഹത്തിൻ്റെ മിക്ക ചിത്രങ്ങളുടെയും കേന്ദ്രബിന്ദു. നവോത്ഥാന കാലത്ത് ശ്രദ്ധ നേടിയ മറ്റ് രണ്ട് ചിത്രകാരരാണ് ആരൊക്കെ? ടിഷ്യനും റാഫേലും. മനുഷ്യരെ വിവേകികളും മിതവാദികളും അന്തസ്സുള്ളവരുമായിട്ട് റാഫേൽ ചിത്രീകരിച്ചു. ഇവരുടെ ചിത്രങ്ങളെ ആശയത്തോടൊപ്പം സൗന്ദര്യത്തിനും ഊന്നൽ നൽകി. അപ്പം ഇതിലൂടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ നവോത്ഥാന കാലഘട്ടത്തിലെ ചിത്രകാരർ പ്രാധാന്യം കൊടുത്തത് എന്തിനായിരുന്നു? മാനവികതയ്ക്കായിരുന്നു. മനുഷ്യൻ്റെ വികാരങ്ങൾക്കും മാനുഷിക വികാരങ്ങൾക്കും മനുഷ്യൻ്റെ ശരീര സൗന്ദര്യത്തിനും ഒക്കെയാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. മൈക്കൽ ആഞ്ചലോ, ടിഷ്യൻ, റാഫേൽ. അടുത്ത മേഖലയാണ് ശില്പകല. ഇനി ശില്പകലയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. ചിത്രകല പോലെ ശ്രദ്ധേയമായ മറ്റൊരു രംഗം ശില്പകലയായിരുന്നു. നവോത്ഥാന കാലത്തെ ശ്രദ്ധേയരായ ശില്പികളിൽ ഒരാളായിരുന്നു ഡൊണാഡെല്ലോ. അപ്പോൾ ഇവിടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശില്പിയാണ് ഡൊണാഡെല്ലോ. മധ്യകാല ഗോത്തിക് ശൈലിയിൽ നിന്നും ശില്പകലയെ മോചിപ്പിച്ച വ്യക്തിയാണ് ആര്? ഡൊണാഡെല്ലോ. അപ്പം മധ്യകാല ഗോത്തിക് ശൈലിയിൽ നിന്നും ശില്പകലയെ മോചിപ്പിച്ച വ്യക്തി ആര്? ഡൊണാഡെല്ലോ ആണ്. അപ്പോൾ അദ്ദേഹം ശില്പങ്ങൾക്ക് കൂടുതൽ ഊർജവും വ്യക്തിത്വവും പകർന്നു. ഒരു കാലിൽ തൻ്റെ ശരീരഭാരം പൂർണ്ണമായും താങ്ങുന്ന ഒരു കൗമാരക്കാരനെ അദ്ദേഹം ദാവീദ് എന്ന വെങ്കല ശില്പത്തിലൂടെ അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ശില്പകലയാണ് ദാവീദ്. എന്താണ് അതിൻ്റെ പ്രമേയം? ശരീരഭാരം, ഒരു കാലിൽ തൻ്റെ ശരീരഭാരം പൂർണ്ണമായും താങ്ങുന്ന ഒരു കൗമാരക്കാരൻ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ശില്പമാണ് ഗത്താമലാത്ത. ഇത് എന്തിനെ പ്രമേയം ആക്കിയിട്ടുള്ളതാണ്? കുതിരപ്പുറത്തിരിക്കുന്ന യോദ്ധാവിൻ്റെ ശില്പമാണ്. പ്രാചീന റോമിലെ കുതിരപ്പടയാളികളെ ഓർമ്മിപ്പിക്കുന്നതാണ്. മതേതരനായ ഒരു വീരനെ അനശ്വരനാക്കുക എന്ന ദൗത്യമാണ് ഡൊണാഡെല്ലോ ഇതിൽ നിർവഹിച്ചിരിക്കുന്നത്. മനുഷ്യരൂപത്തിൽ ദൈവത്തെ അവതരിപ്പിക്കുന്ന മൈക്കൽ ആഞ്ചലോയുടെ ശില്പങ്ങൾ പ്രാചീന ഗ്രേക്കോ റോമൻ ശൈലിയിൽ നിന്നും വഴിമാറി സഞ്ചരിച്ചു. അപ്പോൾ മൈക്കൽ ആഞ്ചലോ ചിത്രകലയിലും ശില്പകലയിലും വളരെയധികം പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്.
അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരം മടിയിൽ കിടത്തിയിരിക്കുന്ന മേരിയെ ചിത്രീകരിക്കുന്ന ശില്പമായ പിയത്തയും വീരനായ ദാവീദിൻ്റെ ശില്പവും അദ്ദേഹത്തെ അനശ്വരനാക്കി. അപ്പോൾ മൈക്കൽ ആഞ്ചലോൻ്റെ ശില്പങ്ങളാണ് പിയത്ത ചിത്രീകരിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശരീരം മടിയിൽ കിടത്തിയിരിക്കുന്ന മേരിയെയാണ്. അതുപോലെ തന്നെ വീരനായ ദാവീദിൻ്റെ ശില്പവും ആരുടെയാണ്? മൈക്കൽ ആഞ്ചലോൻ്റെയാണ്. അപ്പോൾ ഇവിടെ ഡൊണാഡെല്ലോയുടെ ദാവീദിൻ്റെ വെങ്കല ശില്പമാണ്, ഇവിടെ മൈക്കൽ ആഞ്ചലോൻ്റെ ദാവീദിൻ്റെ ശില്പമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഈ പിയത്ത എന്ന് പറയുന്ന ശില്പത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ മൈക്കൽ ആഞ്ചലോൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു ശില്പമാണ് പിയത്ത. ഇത് ഫ്ലോറൻസിലാണ് ഈ ഒരു ശില്പം ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്ത മേഖല എന്ന് പറയുന്നത് വാസ്തുവിദ്യയാണ്. ചിത്രകലയ്ക്കും ശില്പകലയ്ക്കും പുറമെ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മറ്റൊരു മേഖലയാണ് വാസ്തുവിദ്യാരംഗം. ഇപ്പോൾ ഫിലിപ്പോ ബ്രൂണലെസ്കി വാസ്തുവിദ്യാരംഗത്ത് പുതിയ ശൈലിക്ക് തുടക്കം കുറിച്ചപ്പോൾ പുതിയൊരു വാസ്തുവിദ്യാരംഗത്ത് പുതിയ ശൈലിക്ക് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? ഫിലിപ്പോ ബ്രൂണലെസ്കി ആണ്. മധ്യകാലത്ത് നിലനിന്നിരുന്ന ഗോതിക് വാസ്തുവിദ്യാ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി പ്രാചീന ഗ്രേക്കോ റോമൻ ശൈലിയുടെ സ്വാധീനം അദ്ദേഹം ഫ്ലോറൻസിൽ നിർമ്മിച്ച കത്തീഡ്രലിൽ കാണാം. അപ്പോൾ ഫ്ലോറൻസിൽ നിർമ്മിച്ച കത്തീഡ്രൽ ആരുടെയാണ്? ഫിലിപ്പോ ബ്രൂണലെസ്കിയുടെയാണ്. അതുപോലെ തന്നെ പ്രാചീന ഗ്രേക്കോ റോമൻ ക്ലാസിക്കൽ ശൈലിയുടെ സ്വാധീനം നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. ഗോതിക് ശൈലിയിലെ ഉയർന്ന ഗോപുരങ്ങൾക്ക് പകരം താഴികക്കുടങ്ങളായിരുന്നു ഇവയ്ക്കുണ്ടായിരുന്നത്. ഡ്യൂമോ എന്നാണ് കേട്ടോ അതിനെ പറഞ്ഞിരുന്നത്, ഈ താഴികക്കുടങ്ങൾക്ക്. അപ്പോൾ ഗോതിക് ശൈലി എന്ന് പറയുന്നത് 12-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഒരു വാസ്തുവിദ്യാ ശൈലിയാണ് ഈ ഗോതിക് ശൈലി. കൂർത്ത കമാനങ്ങളാണ് ഇതിൽ, കൂർത്ത ഗോപുരങ്ങൾ ഒക്കെയാണ് ഈ ഗോതിക് ശൈലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പകരം താഴികക്കുടങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്യൂമോ എന്നാണ് അതിന് പറയുന്നത്. മൈക്കൽ ആഞ്ചലോ, ബ്രമാന്തെ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ റോമിൽ പണി കഴിപ്പിച്ച സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഈ ശൈലി കൂടുതൽ പ്രകടമാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ബ്രൂണലെസ്കി രൂപകൽപ്പന ചെയ്ത താഴികക്കുടം, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയും. ഇതിന് കൂർത്ത കമാനങ്ങൾക്ക് പകരം താഴികക്കുടങ്ങളാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഗോതിക് ശൈലി? മധ്യകാലത്തിൻ്റെ 2-ാം പകുതിയിൽ യൂറോപ്പിൽ വികസിച്ചു വന്ന വാസ്തുവിദ്യാ ശൈലിയായിരുന്നു ഗോതിക് ശൈലി. ഫ്രാൻസിലാണ് ഇത് ഉദയം ചെയ്തത്. അപ്പോൾ ഗോതിക് ശൈലി എവിടെയായിരുന്നു തുടക്കം കുറിച്ചത്? ഫ്രാൻസിലാണ്. മുനയുള്ള കമാനങ്ങൾ ഇതിൻ്റെ പ്രധാന സവിശേഷതയാണ്. നിരവധി ദേവാലയങ്ങളും സർവകലാശാലകളും ഈ മാതൃകയിൽ യൂറോപ്പിൽ നിർമ്മിക്കപ്പെട്ടു. അപ്പോൾ നമ്മളിവിടെ നവോത്ഥാനം എങ്ങനെ ചിത്രകലയെയും ശില്പകലയെയും വാസ്തുവിദ്യാ ശൈലിയെയും അഫക്റ്റ് ചെയ്തു എന്നുള്ളത് നമ്മൾ നോക്കി. ഇനി അടുത്താണ് നവോത്ഥാന സാഹിത്യം. നമ്മുടെ വിധിയെ നിർണ്ണയിക്കാൻ കഴിയുന്നത് നക്ഷത്രങ്ങൾക്കല്ല നമുക്ക് തന്നെയാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഇംഗ്ലീഷ് സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറുടെ പ്രശസ്തമായ ജൂലിയസ് സീസർ എന്ന നാടകത്തിലെ വരികളാണ് ഇത്. നവോത്ഥാനം സ്വാധീനിച്ച സാഹിത്യകാരിൽ ഒരാളായ ഷേക്സ്പിയറുടെ ഈ വരികളിൽ മാനവികതയുടെ ശക്തി എത്രമാത്രം പ്രതിഫലിക്കുന്നു എന്നുള്ളത് നോക്കാം. നവോത്ഥാന സാഹിത്യകാരർ വ്യക്തി സ്വാതന്ത്ര്യത്തിനും മതേതര മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയപ്പോൾ നവോത്ഥാന സാഹിത്യർ എന്തിനൊക്കെയാണ് പ്രാധാന്യം നൽകിയത്? വ്യക്തി സ്വാതന്ത്ര്യത്തിനും മതേതര മൂല്യങ്ങൾക്കും. ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാ മേഖലകളിലും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്, മനുഷ്യൻ്റെ അവകാശങ്ങൾക്ക്, മനുഷ്യൻ്റെ വികാരങ്ങൾക്ക് എല്ലാം ആണ്. അതാണ് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റും, മാനവികതയ്ക്കാണ്. മധ്യകാലത്ത് നിലനിന്നിരുന്ന സ്കോളാസ്റ്റിസിസത്തിൽ നിന്നുള്ള മോചനമായിരുന്നു നവോത്ഥാന സാഹിത്യത്തിൻ്റെ അടിസ്ഥാന സവിശേഷത. നമ്മളത് എന്താണ് സ്കോളാസ്റ്റിസിസം എന്നുള്ളതെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. പ്രാചീന ഗ്രേക്കോ റോമൻ സംസ്കാരത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിലും ലാറ്റിൻ ഭാഷയ്ക്ക് പകരം പ്രാദേശിക ഭാഷയിലാണ് മിക്ക നവോത്ഥാന സാഹിത്യകാരനും രചനകൾ നടത്തിയിരുന്നത്. ഗദ്യ സാഹിത്യത്തിന് ഇക്കാലത്ത് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. പ്രാദേശിക ഭാഷയിലും ഗദ്യരൂപത്തിലും രചനകൾ നടത്തുന്നത് സമൂഹത്തിന് എങ്ങനെയെല്ലാം പ്രയോജനകരമാവും എന്ന ക്ലാസ്സിൽ ചർച്ച ചെയ്യും. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക്
ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൽ നവോത്ഥാന സാഹിത്യത്തിൽ വന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിനും മതേതര മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകി. അതുപോലെ സ്കോളാസ്റ്റിസിസത്തിൽ നിന്നുള്ള മോചനം തന്നെയായിരുന്നു നവോത്ഥാന സാഹിത്യം. അതുപോലെ തന്നെ പ്രാചീന ഗ്രേക്കോ റോമൻ സംസ്കാരത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു എങ്കിലും ലാറ്റിൻ ഭാഷയ്ക്ക് പകരം പ്രാദേശിക ഭാഷയിലാണ് രചനകൾ നടത്തിയത്. അതുപോലെ തന്നെ ഗദ്യ സാഹിത്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. നവോത്ഥാന കാലത്തെ ശ്രദ്ധേയരായ സാഹിത്യകാരന്മാരാണ് ദാന്തെ. ഡിവൈൻ കോമഡിയുടെ രചയിതാവാണ് ദാന്തെ. നരകം, ശുദ്ധീകരണ സ്ഥലം, സ്വർഗം എന്നിവയിലൂടെയുള്ള ദാന്തെയുടെ സാങ്കല്പിക തീർത്ഥാടനമാണ് ഈ കവിതയുടെ പ്രമേയം. പക്ഷേ മനുഷ്യസ്നേഹം, രാജ്യസ്നേഹം, പ്രകൃതി പ്രതിഭാസങ്ങളോടുള്ള താല്പര്യം, സ്വതന്ത്രവും ഏകീകൃതവുമായ ഇറ്റലിക്ക് വേണ്ടിയുള്ള മോഹങ്ങൾ എന്നിവ ഇതിൽ ശക്തമായി പ്രതിഫലിക്കുന്നു. ഇറ്റലിയിലെ പ്രാദേശിക ഭാഷയിലാണ് ദാന്തെ ഡിവൈൻ കോമഡി രചിച്ചത്. അപ്പോൾ ഡിവൈൻ കോമഡിയുടെ രചയിതാവാണ് ദാന്തെ. നവോത്ഥാന കാലഘട്ടത്തെ വളരെ ശ്രദ്ധേയനായ സാഹിത്യകാരനാണ് അദ്ദേഹം. ഈ കവിതയിലുള്ള അദ്ദേഹം കൊടുത്തിട്ടുള്ള തീം എന്ന് പറയുന്നത് നരകം, ശുദ്ധീകരണ സ്ഥലം, സ്വർഗം എന്നിവയിലൂടെയുള്ള സാങ്കല്പിക തീർത്ഥാടനം, മനുഷ്യസ്നേഹം, രാജ്യസ്നേഹം, പ്രകൃതി പ്രതിഭാസങ്ങളോടുള്ള താല്പര്യം, സ്വാതന്ത്ര്യവും ഏകീകൃതവുമായ ഇറ്റലിക്ക് വേണ്ടിയുള്ള മോഹങ്ങളും ഇതിൽ ശക്തമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട്. അടുത്ത വ്യക്തിയാണ് പെട്രാർക്ക്. മറ്റൊരു വിശ്വപ്രസിദ്ധ സാഹിത്യകാരനാണ് പെട്രാർക്ക്. മാനവികതയുടെ പ്രധാന പ്രചാരകരിൽ ഒരാളാണ് പെട്രാർക്ക്. അദ്ദേഹം ലോറയ്ക്ക് എഴുതിയ പ്രണയഗീതങ്ങൾ ധീരവും വേറിട്ട ശൈലിയിലുള്ളവയുമായിരുന്നു. എന്നാൽ ലാറ്റിൻ ഭാഷയെ ഉപേക്ഷിക്കാൻ പെട്രാർക്ക് തയ്യാറായിരുന്നില്ല. ഡെക്കാമറൺ എന്ന കൃതിയുടെ രചയിതാവായ ബൊക്കാച്ചിയോ മറ്റൊരു വിഖ്യാതനായ നവോത്ഥാന സാഹിത്യകാരനായിരുന്നു. അടുത്ത വ്യക്തിയാണ് മാക്കിയവെല്ലി. ദ പ്രിൻസ് എന്ന കൃതിയിൽ നിക്കോളോ മാക്കിയവെല്ലി രാഷ്ട്രീയ ചിന്തകളാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ ദി പ്രിൻസ് എന്ന കൃതി രചിച്ചത് നിക്കോളോ മാക്കിയവെല്ലിയാണ്. താൻ ഭരിക്കുന്ന രാജ്യത്തിൻ്റെ അധികാരവും സുരക്ഷയും നിലനിർത്തുക എന്നത് ഭരണാധികാരിയുടെ സുപ്രധാന കടമയായിട്ട് അദ്ദേഹം കരുതി. ജനങ്ങൾ പൊതുവെ സ്വാർത്ഥരും അധികാരത്തോടും ഭൗതിക അഭിവൃദ്ധിയോടും താല്പര്യമുള്ളവരുമാണ്. അതിനാൽ രാജ്യത്തിൻ്റെ തലവൻ ഒരിക്കലും തൻ്റെ പ്രജകളിൽ ഒരു വിഭാഗത്തോട് പ്രീതിയോ കടപ്പാടോ കാണിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മധ്യകാലത്തെ ഫ്യൂഡൽ ഭരണാധികാരികളിൽ നിന്നും വ്യത്യസ്തനായ ഒരു ഭരണാധികാരിയെയാണ് മാക്കിയവെല്ലി തൻ്റെ ദി പ്രിൻസിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ രാജാവിനെ കുറിച്ചുള്ള മാക്കിയവെല്ലിയുടെ കാഴ്ചപ്പാടാണ് ഇതിൽ പറയുന്നത്. ഓരോ രാജാവും ക്രൂരതയില്ലാത്ത കരുണാർദ്രൻ എന്ന സൽപ്പേര് ആഗ്രഹിക്കണം. അതേസമയം ആ കരുണ മറ്റാരും ദുരുപയോഗം ചെയ്യാതിരിക്കാനും അദ്ദേഹം ശ്രദ്ധിക്കണം. അതിനാൽ തൻ്റെ ജനങ്ങൾക്കിടയിൽ ഐക്യവും വിശ്വസ്തതയും നിലനിർത്തുന്നതിന് വേണ്ടി ക്രൂരൻ എന്ന പേര് കേൾക്കേണ്ടി വന്നാലും അതൊരു രാജാവ് വകവെക്കേണ്ടതില്ല എന്നാണ് രാജാവിനെ കുറിച്ചുള്ള മാക്കിയവെല്ലിയുടെ കാഴ്ചപ്പാട്. മാനവികതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ചില വനിതകളും ഇറ്റലിയിൽ ഉണ്ടായിരുന്നു. അവരിൽ ഒരാളാണ് മാനവികതാവാദിയും എഴുത്തുകാരിയുമായിരുന്ന കസാന്ദ്ര ഫെഡലെ. തൻ്റെ രചനകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും പ്രശസ്തയായ കസാന്ദ്ര സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് സംസാരിച്ചത്. ഇറ്റലിയിലെ മാനവികതാവാദികളായ പ്രഭുക്കളുമായി കത്തുകളിലൂടെ ആശയവിനിമയം നടത്തിയ അവരുടെ പ്രസംഗങ്ങളും രചനകളും നിരവധി പ്രസിദ്ധീകരണങ്ങൾ അച്ചടിച്ച് പ്രചരിപ്പിച്ചു. പിൽക്കാലത്ത് നവോത്ഥാനം ഇറ്റലിയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലെ സാഹിത്യത്തിലേക്കും വ്യാപിക്കാൻ തുടങ്ങി. അവിടങ്ങളിലും നിരവധി കൃതികൾ രചിക്കപ്പെട്ടു. അവയിൽ ചിലത് പരിചയപ്പെടാം. പിന്നെ ഓരോ രാജ്യത്തും ഉണ്ടായിരുന്ന സാഹിത്യകാരന്മാർ അവരുടെ കൃതികളുമാണ്. നവോത്ഥാന കാലഘട്ടത്തിലെ സാഹിത്യകാരരും കൃതികളുമാണ്. അതുപോലെ ഏതൊക്കെ രാജ്യങ്ങളിലെയാണ് എന്നുള്ളതാണ് ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഫോളി, ഇറാസ്മസിൻ്റെ കൃതിയാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി, നെതർലാൻഡ്സിലാണ്. ജെഫ്രി ചോസർ കാൻറ്റർബറി കഥകൾ ഇംഗ്ലണ്ടിലാണ്. തോമസ് മൂർ ഉട്ടോപ്പിയ ഇംഗ്ലണ്ടാണ്. മിഗ്വൽ ഡെ സെർവാന്തെ ഡോൺ കിഹോട്ട് സ്പെയിൻ. ഫ്രാൻസോ റാബലെ ഗാർഗൻറ്റുവയും പാൻഡെഗ്രൂലും ഫ്രാൻസിലാണ്.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക കേട്ടോ. ഈ ഒരു ടേബിൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കേണ്ടതാണ്. നവോത്ഥാന കാലത്തെ സാഹിത്യ രചനകളെ ജനകീയമാക്കുന്നതിൽ അച്ചടി സുപ്രധാന പങ്കുവഹിച്ചു. യൂറോപ്പിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് ജർമ്മൻകാരനായ ജൊഹാനസ് ഗുട്ടൻബർഗ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ സാഹിത്യ രചനകളെ ജനകീയമാക്കുന്നതിലൂടെ അച്ചടിക്കും അച്ചടി പ്രസ്ഥാനത്തിനും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. യൂറോപ്പിൽ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത്, ഇത് വളരെ പരിചിതമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ജർമ്മൻകാരനായ ജൊഹാനസ് ഗുട്ടൻബർഗ് ആണ്. 15-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ഈ അച്ചടിശാലയിലെ അച്ചടിയന്ത്രം ലോഹനിർമ്മിതവും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതുമായിരുന്നു. അച്ചടിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം അന്നത്തെ സമൂഹത്തെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചിട്ടുണ്ടാകാം? അറിവിൻ്റെ വ്യാപനം, സാക്ഷരതയിലുണ്ടായ പുരോഗതി, അതുപോലെ തന്നെ സാഹിത്യകൃതികളും മറ്റ് ഗ്രന്ഥങ്ങളും ജനങ്ങൾ വ്യാപകമായി വായിക്കാനും തുടങ്ങി എന്നൊരു പോയിന്റ് കൂടി ഇതിൽ ആഡ് ചെയ്യാം. അടുത്താണ് നവോത്ഥാനവും ചരിത്ര രചനയും. അപ്പോൾ ലോക ചരിത്രത്തെ 3 കാലഘട്ടമായിട്ട് നമുക്ക് തിരിക്കാം. പ്രാചീനകാലം, മധ്യകാലം, ആധുനിക കാലം. 5-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് പ്രാചീനകാലം. അതുപോലെ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് മധ്യകാലം. 15-ാം നൂറ്റാണ്ട് മുതൽ അങ്ങോട്ടുള്ളതാണ് ആധുനിക കാലം. ഇനി 15-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ആധുനിക കാലമായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ ഈ രീതി നവോത്ഥാന കാലഘട്ടത്തിലാണ് നിലയിൽ വന്നത്. ഇറ്റാലിയൻ ചരിത്രകാരരായ ഫ്ലാവിയോ ബിയോണ്ടോ, ലിയനാർഡോ ബ്രൂണി എന്നിവരാണ് ഈ രീതി ആവിഷ്കരിച്ചത്. അപ്പോൾ ഈ പ്രാചീന കാലമെന്നും മധ്യകാലമെന്നും ആധുനിക കാലമെന്നും വേർതിരിച്ചത് ആരാണ്? ഈ ഒരു രീതിയിൽ ലോക ചരിത്രത്തെ വിഭജിച്ചിട്ടുള്ളത് ഇറ്റാലിയൻ ചരിത്രകാരരായ ഫ്ലാവിയോ ബിയോണ്ടോ, ലിയനാർഡോ ബ്രൂണി എന്നിവരാണ്. ഇക്കാലത്ത് ചരിത്ര രചനയിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മധ്യകാല ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്നും മതേതര ജീവിതത്തിലേക്കും ചിന്തയിലേക്കുമുള്ള മാറ്റം ചരിത്ര രചനയിലും പ്രതിഫലിച്ചു. ചരിത്ര സംഭവങ്ങൾ ദൈവ സൃഷ്ടിയാണെന്നും ചരിത്രത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് ഒരു അതീന്ദ്രിയ ശക്തിയാണെന്നുമുള്ള, ദാറ്റ് മീൻസ് സൂപ്പർ നാച്ചുറൽ പവർ ആണെന്നുള്ള കാഴ്ചപ്പാട് മധ്യകാലത്ത് ഉണ്ടായിരുന്നു. പിന്നീട് നവോത്ഥാന കാലഘട്ടത്ത് അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുകയും മനുഷ്യ കേന്ദ്രീകൃതമായ ചരിത്ര വ്യാഖ്യാനങ്ങൾക്കാണ് അംഗീകാരം ലഭിക്കാൻ തുടങ്ങിയത്. സന്യാസിമാരുടെ ദിനവൃത്താന്തങ്ങൾക്കും പുരോഹിതരുടെ ജീവിതകഥകൾക്കും ഉപരിയായി മനുഷ്യജീവിതം ചരിത്ര രചനയുടെ കേന്ദ്രബിന്ദുവായി മാറി. എന്താണ് ദിനവൃത്താന്തം? രാജാക്കന്മാർ തങ്ങളുടെ രാജ്യത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്താൻ കൊട്ടാര ചരിത്രകാരരെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇവരെ തങ്ങളുടെ രാജാക്കന്മാരുടെ കാലത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളെ ആധുനിക ചരിത്രകാരർ ദിനവൃത്താന്തങ്ങൾ എന്ന് വിളിച്ചു. കാരണം അവ സംഭവങ്ങളുടെ തുടർച്ചയായ കാലാനുക്രമ വിവരണം നൽകുന്നവയായിരുന്നു. അപ്പോൾ ദിനവൃത്താന്തം എന്ന് പറയുന്നത് രാജാക്കന്മാർ അവരുടെ രാജ്യത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്താൻ ഓരോ ചരിത്രകാരെ ചുമതലപ്പെടുത്തിയിരുന്നു. അവർ ഓരോന്നും ഓരോ സംഭവങ്ങളെയും രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളെ ആണ് ദിനവൃത്താന്തങ്ങൾ എന്ന് വിളിച്ചു പോകുന്നത്. പുരാവസ്തു തെളിവുകൾക്കും ശേഷിപ്പുകൾക്കും ചരിത്ര രചനയിൽ സുപ്രധാനമായ സ്ഥാനം ലഭിച്ചതാണ് നവോത്ഥാനകാല ചരിത്ര രചനയുടെ മറ്റൊരു പ്രധാന സവിശേഷത. തൽഫലമായി ചരിത്രകാരർ ലിഖിതങ്ങൾ, നാണയങ്ങൾ, പ്രാചീന കയ്യെഴുത്തു പ്രതികൾ തുടങ്ങിയ തെളിവുകൾക്ക് ചരിത്ര രചനയിൽ സവിശേഷ സ്ഥാനം നൽകി. പ്രാചീന കയ്യെഴുത്തു പ്രതികൾ ശേഖരിക്കാനും സംരക്ഷിക്കാനുമുള്ള ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമായി. മാനവികതയുടെ കടന്നുവരവോടെ ചരിത്ര രചനയിൽ വിമർശനങ്ങൾക്ക് സ്ഥാനം ലഭിച്ചു. കഥകളുടെയും മിത്തുകളുടെയും സ്ഥാനം ശാസ്ത്രീയമായ അന്വേഷണങ്ങളും പഠനങ്ങളും കൈയടക്കി. മാക്കിവെല്ലിയും നവോത്ഥാന ചരിത്ര രചനയെ സമ്പന്നമാക്കി. ഇനി നവോത്ഥാന കാലഘട്ടത്തിലെ ശാസ്ത്രത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് പറയാൻ പോകുന്നത്. നവോത്ഥാനവും ശാസ്ത്രവും.
1609 ശാസ്ത്രത്തിൻ്റെ പ്രകാശം ഉദിച്ചുയരാൻ ആരംഭിച്ചു. പാദുവ നഗരത്തിലെ തൻ്റെ ഗൃഹത്തിലിരുന്നു കൊണ്ട് ഗലീലിയോ ഗലീലി സൂര്യൻ നിശ്ചലമാണെന്നും ഭൂമിയാണ് സഞ്ചരിക്കുന്നതെന്നും തെളിയിക്കാൻ ശ്രമം ആരംഭിച്ചു. പ്രശസ്ത ജർമ്മൻ നാടകകൃത്തായ ബെർത്തോൾഡ് ബ്രെക്റ്റിൻ്റെ ഗലീലിയോയുടെ ജീവിതം എന്ന നാടകത്തിൻ്റെ തുടക്കം ഉള്ള ലൈൻസാണ് ഇവിടെ തന്നിട്ടുള്ളത്. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണ് എന്നുള്ള വിശ്വാസം ഏത് നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്നു? 16-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞ ഗലീലിയോയുടെ പരിശ്രമങ്ങളെ കുറിച്ചിട്ടാണ് ഈ വരികളിൽ പറയുന്നത്. ഇങ്ങനെ ഇത്തരത്തിൽ നിലവിലിരുന്ന ചിന്തകളെയും യുക്തിബോധത്തെയും നവോത്ഥാനം എങ്ങനെയെല്ലാം സ്വാധീനിച്ചു എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നവോത്ഥാനം ആധുനിക ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് അടിത്തറയിട്ടു. നവോത്ഥാന കാലത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടായ ഒരു പ്രധാന മേഖല ജ്യോതിശാസ്ത്രമായിരുന്നു. അപ്പോൾ നവോത്ഥാന കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ മാറ്റം ഉണ്ടായിരുന്ന മേഖലയാണ് ജ്യോതിശാസ്ത്രം. പ്രപഞ്ചത്തിൻ്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ഭൗതിക ശക്തികളാണെന്ന കാഴ്ചപ്പാടാണ് ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ചത്. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്ന് പറഞ്ഞത് ആരാണ്? ടോളമിയുടെ സിദ്ധാന്ത പ്രകാരമാണ്. ഇത് 16-ാം നൂറ്റാണ്ട് വരെയാണ് യാതൊരുവിധ വെല്ലുവിളികളും നേരിടാതെ ഈ ഒരു സിദ്ധാന്തം നിലകൊണ്ടു. പക്ഷേ പോളണ്ടുകാരനും പുരോഹിതനുമായ കോപ്പർനിക്കസ് ഇതിനെ വെല്ലുവിളിച്ചു. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയല്ല സൂര്യനാണെന്ന് അദ്ദേഹം വാദിച്ചു. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്ന് പറഞ്ഞത് ടോളമിയുടെ സിദ്ധാന്ത പ്രകാരമാണ്. എന്നാൽ ഭൂമിയല്ല, പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് പറഞ്ഞത് ആരാണ്? കോപ്പർനിക്കസ് ആണ്. ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ വലം വയ്ക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. കോപ്പർനിക്കസിൻ്റെ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളെ ഗലീലിയോ ഗലീലി, ജോഹാനസ് കെപ്ലർ എന്നിവർ കൂടുതൽ വ്യക്തമായിട്ട് അവതരിപ്പിച്ചു. സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഗ്രഹങ്ങളുടെ വേഗതയിൽ വ്യത്യാസം വരുമെന്ന് കെപ്ലർ കണ്ടെത്തി. അപ്പോൾ സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഗ്രഹങ്ങളുടെ വേഗതയിൽ വ്യത്യാസം വരുമെന്ന് കണ്ടെത്തിയതാരാണ്? കെപ്ലറാണ്. ഇത് 17-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ ഐസക് ന്യൂട്ടൻ ഗുരുത്വാകർഷണ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഗലീലിയോ ഗലീലി താൻ നിർമ്മിച്ച ദൂരദർശിയുടെ സഹായത്താൽ വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ, ശനിയുടെ വലയങ്ങൾ എന്നിവ കണ്ടെത്തി. അപ്പോൾ ഗലീലിയോയുടെ കണ്ടെത്തലുകൾ കോപ്പർനിക്കസിൻ്റെ സിദ്ധാന്തത്തെയും ശരിവെച്ചു. അപ്പോൾ ഗലീലിയോ കണ്ടെത്തിയ വ്യാഴത്തിൻ്റെ 4 ഉപഗ്രഹങ്ങളാണ് യൂറോപ്പ, ഇയോ, ഗാനിമീഡ്, കാലിസ്റ്റോ. അതുപോലെ തന്നെ ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് കോപ്പർനിക്കസ് ആണ് കേട്ടോ. കോപ്പർനിക്കസ് ആണ് ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്നത്. നവോത്ഥാനം വൈദ്യശാസ്ത്ര രംഗത്ത് പൊതുവെയും ശരീരശാസ്ത്ര രംഗത്ത് പ്രത്യേകിച്ചും നേട്ടങ്ങൾ കൈവരിച്ചു. സ്വിറ്റ്സർലൻഡുകാരനായ പാരാസെൽസസ് രോഗങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കുകയും അവയുടെ പ്രതിവിധികൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു. ആൻഡ്രിയസ് വെസാലിയസ് മൃതശരീരങ്ങളെ കീറി മുറിച്ച് പരിശോധിക്കുകയും ശരീരശാസ്ത്രത്തിന് പുതിയ അറിവുകൾ സമ്മാനിക്കുകയും ചെയ്തു. എന്താണ് മതനവീകരണം? നവോത്ഥാനത്തിൻ്റെ സ്വാധീനം യൂറോപ്പിലെ മതരംഗത്തും പ്രതിഫലിച്ചു. ഇറാസ്മസിനെ പോലുള്ള മാനവികതാവാദികൾ രചിച്ച ആക്ഷേപഹാസ്യ കൃതികളും ജോൺ വൈക്ലിഫ്, ജോൺ ഹസ്, സവോനറോള തുടങ്ങിയവരുടെ വിമർശനങ്ങളും കത്തോലിക്ക സഭയിൽ നിലനിന്നിരുന്ന ചില പ്രവണതകൾക്കും വിശ്വാസങ്ങൾക്കും എതിരായി പ്രതിഷേധങ്ങൾ രൂപം കൊള്ളുന്നതിന് പശ്ചാത്തലമൊരുക്കി. ജനങ്ങളിൽ നിന്നും പണം സമാഹരിക്കാനായി പുറത്തിറക്കിയ പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പനയായിരുന്നു അക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയത്. ഈ പാപവിമോചന പത്രം ഇത് പണം കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പാപങ്ങളിൽ നിന്നെല്ലാം മോചനം കിട്ടും എന്നൊക്കെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് അങ്ങനെയാണ് പാപവിമോചന പത്രം വിൽക്കാൻ തുടങ്ങിയത്. എന്നിട്ട് അതിൽ നിന്നും കിട്ടുന്ന പണം കൊണ്ട് ഇവർ സഭകളുടെ കീഴിൽ ആശുപത്രികളും കത്തീഡ്രലുകളൊക്കെ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അപ്പോൾ ഇതിൻ്റെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ജൊഹാൻ ടെറ്റ്സൽ എന്ന ഡൊമിനിക്കൻ സന്യാസി ജർമ്മനിയിലെത്തി. പക്ഷെ ഇതെല്ലാം വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയാണ് ചെയ്തത്. അങ്ങനെ പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പനയിൽ പ്രതിഷേധിച്ചിട്ട് ജർമ്മനിയിലെ
വിറ്റൻബർഗ് ദേവാലയത്തിൻ്റെ വാതിലിൽ 1517 മാർട്ടിൻ ലൂതർ എന്ന പുരോഹിതൻ തൻ്റെ 95 പ്രബന്ധങ്ങൾ പതിപ്പിച്ചു. ഇത് പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം എന്ന മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ ആരംഭമായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? മാർട്ടിൻ ലൂതർ ആണ്. മാർട്ടിൻ ലൂതർ ഈ ഒരു പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് 95 പ്രബന്ധങ്ങളാണ് പതിപ്പിച്ചത്. ഒരു ആശയപരമായ സംവാദം മാത്രമാണ് മാർട്ടിൻ ലൂതർ ഇതിലൂടെ ലക്ഷ്യമിട്ടത്. ജർമ്മന് പകരം ലാറ്റിൻ ഭാഷയിലായിരുന്നു പ്രബന്ധങ്ങളൊക്കെ തയ്യാറാക്കിയത്. പക്ഷേ ഇതെന്തു പറ്റി? അജ്ഞാതരായിട്ടുള്ള ചിലർ ജർമ്മൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രചരിപ്പിച്ചു. പിന്നീട് അദ്ദേഹം സഭയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു. അങ്ങനെ ജർമ്മനിയിലെ സർവകലാശാലകളും മതനവീകരണത്തിന് പശ്ചാത്തലമൊരുക്കി. മാർട്ടിൻ ലൂതറുടെ പ്രൊട്ടസ്റ്റന്റ് മതനവീകരണത്തിന് കേന്ദ്രമായി പ്രവർത്തിച്ചത് അദ്ദേഹം അധ്യാപകനായിരുന്ന ജർമ്മനിയിലെ വിറ്റൻബർഗ് സർവകലാശാലയായിരുന്നു. പുരോഹിതരുടെയും മതകോടതികളുടെയും അധികാരത്തെ നിയന്ത്രിക്കാൻ ആഗ്രഹിച്ച ഭരണാധികാരികളുടെ താൽപ്പര്യങ്ങളും മതനവീകരണത്തിന് കരുത്തു പകർന്നു. നികുതി പിരിവിലും ദേവാലയങ്ങളിലെ നിയമനങ്ങളിലും പുരോഹിതർക്കുണ്ടായിരുന്ന അധികാരത്തെയും അപ്രമാദിത്വത്തെയും ഭരണാധികാരികൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ജർമ്മനിയിൽ ആരംഭിച്ച മതനവീകരണം മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. സ്വിറ്റ്സർലൻഡിൽ ഉൾഡ്രിച്ച് സ്വിംഗ്ലി, ജോൺ കാൽവിൻ എന്നിവരും ഇംഗ്ലണ്ടിൽ രാജാവായ ഹെൻറി എട്ടാമനുമാണ് മതനവീകരണത്തിന് നേതൃത്വം നൽകിയത്. ഇംഗ്ലണ്ടിൽ രാജാവ് തലവനായ ആംഗ്ലിക്കൻ സഭ നിലയിൽ വന്നു. ഇത് ദേശീയ സഭ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഈ ജർമ്മനിയിൽ ആരംഭിച്ച മതനവീകരണം മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടൊക്കെ വ്യാപിക്കുകയുണ്ടായി. സ്വിറ്റ്സർലൻഡിൽ നേതൃത്വം നൽകിയത് ഉൾഡ്രിച്ച് സ്വിംഗ്ലി, ജോൺ കാൽവിനാണ്. ഇംഗ്ലണ്ടിലെ രാജാവായിട്ടുള്ള ഹെൻറി എട്ടാമനാണ്. അപ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവ് തലവനായ ആംഗ്ലിക്കൻ സഭയാണ് ദേശീയ സഭ എന്നറിയപ്പെടുന്നത്. അടുത്താണ് പ്രതിമത നവീകരണം. പ്രതിമത നവീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതനവീകരണത്തെ തുടർന്ന് കത്തോലിക്ക സഭ സ്വയം നവീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതിനെയാണ് പ്രതിമത നവീകരണം എന്ന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് വടക്കൻ ഇറ്റലിയിലെ ട്രെൻറ്റിൽ സഭാ നേതൃത്വത്തിൻ്റെ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു. മതരംഗത്തെ തെറ്റായ പ്രവണതകളെ ഒഴിവാക്കി പരിഷ്കരണവുമായി മുന്നോട്ട് പോവുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അങ്ങനെ തൽഫലമായി പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പന നിരോധിച്ചു. വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങളുടെ പട്ടികയായ ഇൻഡെക്സ് പ്രസിദ്ധീകരിച്ചു. മധ്യകാലത്ത് നിലനിന്നിരുന്ന മതവിചാരണ കോടതി പുനഃസ്ഥാപിച്ചു. ഇൻഡെക്സ് എന്ന് പറയുന്നത് 1559 പോപ്പ് പോൾ നാലാമൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ഇൻഡെക്സ് എന്നുള്ള പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ കത്തോലിക്ക സഭയെ വിമർശനങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പുറത്തിറക്കിയതും. പുതിയ വിമർശന ഗ്രന്ഥങ്ങൾ പുറത്തിറക്കുമ്പോഴും അത് ഇൻഡെക്സിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മാർട്ടിൻ ലൂതർ, ജോൺ കാൽവിൻ ഇവരുടെയൊക്കെ കൃതികൾ മാത്രമല്ല, കത്തോലിക്ക വിശ്വാസികളെ ഭേദിച്ച എല്ലാ ശാസ്ത്ര ഗ്രന്ഥങ്ങളും നിരോധിച്ച പുസ്തകങ്ങളൊക്കെ ഇതിൽ ഉണ്ടായിരുന്നു. സ്പെയിൻകാരനായ ഇഗ്നേഷ്യസ് ലൊയോള എന്ന പുരോഹിതൻ സ്ഥാപിച്ച സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സഭയും പ്രതിമത നവീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ചു. അപ്പോൾ സൊസൈറ്റി ഓഫ് ജീസസ് എന്നുള്ള സഭ സ്ഥാപിച്ചത് ആരാണ്? ഇഗ്നേഷ്യസ് ലൊയോളയാണ്. ഇതിലെ അംഗങ്ങൾക്ക് കർശനമായ അച്ചടക്കവും ചോദ്യം ചെയ്യാതെയുള്ള അനുസരണയും ബാധകമായിരുന്നു. വിദ്യാലയങ്ങൾ സ്ഥാപിച്ചുകൊണ്ടും മതപ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും കത്തോലിക്ക സഭയുടെ മേധാവിത്വം ഉറപ്പിക്കാൻ അവർ ശ്രമിച്ചു. കത്തോലിക്ക സഭയിൽ അക്കാലത്ത് നിലനിന്നിരുന്ന നിരവധി തെറ്റായ പ്രവണതകളെ ഇല്ലാതാക്കാൻ പ്രതിമത നവീകരണത്തിന് കഴിഞ്ഞു. പ്രതിമത നവീകരണം കത്തോലിക്ക മതനവീകരണം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രതിമത നവീകരണത്തിൻ്റെ മറ്റൊരു പേരാണ് കത്തോലിക്ക മതനവീകരണം. ഗ്രേക്കോ റോമൻ കാലം മുതൽക്കേ നിലനിന്നിരുന്ന മാനവിക ആശയങ്ങളുടെ വികാസ പരിണാമ ഘട്ടത്തെയാണ് എന്ത് പറയുന്നത്? നവോത്ഥാനം. പ്രാചീന മധ്യകാലങ്ങളുടെ തുടർച്ച കൂടിയായിരുന്നു നവോത്ഥാനം. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കും സാധ്യതകൾക്കും സവിശേഷതകൾക്കും കേന്ദ്രസ്ഥാനം നൽകുന്ന മാനവികതയാണ് നവോത്ഥാനത്തിൻ്റെ കാതൽ. യൂറോപ്പും ഇതര സമൂഹങ്ങളുമായുള്ള പരസ്പര ബന്ധത്തിലൂടെയും വ്യാപാര വിനിമയങ്ങളിലൂടെയും വളർന്നു വന്ന നവോത്ഥാനം ലോകത്തെ മുഴുവൻ സ്വാധീനിച്ചു. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ
നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതെല്ലാം നോട്ട്സാക്കി പോയിൻറ്റ്സ് ആക്കി നോട്ട് ചെയ്ത് പഠിച്ച് വയ്ക്കുക. ഓക്കെ, താങ്ക് യു. പിന്നെ അടുത്ത ക്ലാസ് ഇനി നെക്സ്റ്റ് ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും.